ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് എ സെയിൽസ്മാൻ ഇൻ എ ബുക്ക് ഷോപ്പ്. ഒരു ബുക്ക് ഷോപ്പിലെ ചൈൽഡും സെയിൽസ്മാനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എന്താണ് വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കോൺവെർസേഷൻ ഒന്ന് വായിച്ച് നോക്കാം. ചൈൽഡ്: ഹായ്, ഐ ആം ലുക്കിംഗ് ഫോർ എ ബുക്ക് ടു ബൈ. ഡു യു ഹാവ് എനി ബുക്ക് വിത്ത് അഡ്വഞ്ചേഴ്സ് ഓർ സം മാജിക്? ഹായ്, എന്താ പറയണത് കുട്ടി? ഐ ആം ലുക്കിംഗ് ഫോർ എ ബുക്ക് ടു ബൈ. ഞാനൊരു ബുക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഡു യു ഹാവ് എനി ബുക്ക് വിത്ത് അഡ്വഞ്ചേഴ്സ് ഓർ സം മാജിക്? അഡ്വഞ്ചേഴ്സും കുറച്ച് മാജിക് ഒക്കെ ഉള്ള എന്തെങ്കിലും ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെയിൽസ്മാൻ പറയണം, ഓഫ് കോഴ്സ് വി ഹാവ് ലോഡ്സ് ഓഫ് എക്സൈറ്റിംഗ് ബുക്സ് വിത്ത് അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്. ഓഫ് കോഴ്സ്, തീർച്ചയായും ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സൈറ്റിംഗ് ബുക്സ് ഉണ്ട്. എങ്ങനത്തെ? വിത്ത് അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്. ഹൗ ഓൾഡ് ആർ യു? എന്നിട്ട് സെയിൽസ്മാൻ ചോദിക്കുകയാണ് ചൈൽഡിനോട്, ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സാണെന്നല്ലേ. ഡു യു ഹാവ് എ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് അഡ്വഞ്ചർ? നിനക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ടൈപ്പ് ഓഫ് അഡ്വഞ്ചർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചൈൽഡ് പറയാണ്, ഐ ആം 12 years old ആൻഡ് ഐ ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺസ്. ഞാൻ എത്ര വയസ്സാണെന്നാണ് അവൾ പറയുന്നത്? എനിക്ക് 12 വയസ്സാണ്. ആൻഡ് ഐ ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺസ്. എനിക്ക് മാജിക്കിൻ്റെയും ഡ്രാഗൺസിൻ്റെയും ഒക്കെയുള്ള സ്റ്റോറീസ് ഉള്ള ബുക്ക് ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോൾ സെയിൽസ്മാൻ പറയാണ്, ഗ്രേറ്റ് ചോയ്സസ്. ഹൗ അബൌട്ട് ദ ബുക്ക് ദ മാജിക് ട്രീ ഹൗസ് ബൈ മേരി പോപ്പ് ഓസ്ബോൺ? അപ്പോൾ ഓസ്ബോണിൻ്റെ മേരി പോപ്പ് ഓസ്ബോണിൻ്റെ ദ മാജിക് ട്രീ ഹൗസ് എന്നുള്ള ബുക്ക് നിനക്ക് അതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുകയാണല്ലേ. യു മൈറ്റ് ഓൾസോ എൻജോയ് ദ ബുക്ക്. അതുപോലെ തന്നെ നീ എൻജോയ് ചെയ്യുന്ന മറ്റൊരു ബുക്ക് ഏതാ പറയണത്? ഹാരി പോട്ടർ ബൈ ജെ.കെ. റോളിംഗ്. ജെ.കെ. റോളിങ്ങിൻ്റെ ഹാരി പോട്ടറും കൂടി പറയുകയാണ്. അപ്പോൾ ചൈൽഡ് ചോദിക്കുകയാണ്, ക്യാൻ ഐ സീ ഇറ്റ്? എനിക്കത് കാണാൻ സാധിക്കുമോ? അപ്പോൾ സെയിൽസ്മാൻ പറയാൻ, ഡെഫിനറ്റ്ലി, തീർച്ചയായും. ഫോർ മാജിക് ആൻഡ് ഡ്രാഗൺസ് റോളിങ്സ് ബുക്ക് ഈസ് ബെറ്റർ. മാജിക്കിൻ്റെ ഡ്രാഗൺസിൻ്റെ ആണെങ്കിൽ ആരുടെ ബുക്കാണ് ബെറ്റർ എന്ന് പറയണത്? റോളിങ്സിൻ്റെ ബുക്കാണ് ബെറ്റർ എന്ന് പറയാണ്. ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ബുക്ക് ഫിൽഡ് വിത്ത് മാജിക്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. അത് എന്തൊക്കെ നിറഞ്ഞതാണ്? ഫാൻറ്റാസ്റ്റിക് ബുക്കാണ്. അത് ഫിൽഡ് വിത്ത് മാജിക്കും ഫ്രണ്ട്ഷിപ്പും എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സൊക്കെ ഫിൽഡ് ചെയ്തൊരു ഫാൻറ്റാസ്റ്റിക് ബുക്കാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ചൈൽഡ് പറയണു, ഐ ഹാവ് ഹെഡ് ഓഫ് ഹാരി പോട്ടർ. ഞാൻ എന്താണ് ഹാരി പോട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. ഐ വിൽ ബൈ ഇറ്റ്. ഞാനത് വാങ്ങുമെന്ന് പറയുകയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഹാരി പോട്ടർ? ഹാരി പോട്ടറിൻ്റെ വില എത്രയാണ്? അപ്പോൾ സെയിൽസ്മാൻ പറയാണ്, 397 ഓൺലി. ആകെ എത്ര രൂപയുള്ളൂ? 397 രൂപയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചൈൽഡ് പറയാണ്, ഓക്കെ, ഐ വിൽ പേ Rs 397. ഹിയർ ഇറ്റ് ഈസ്, താങ്ക്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്താണ്? ഞാൻ നിങ്ങൾക്കിതാ ഐ വിൽ പേ, ഞാൻ പേ ചെയ്യാമെന്ന് പറയണം. 397 രൂപ പേ ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ്, ഇതാ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ സെയിൽസ്മാൻ പറയാണ്, യു ടു എൻജോയ് യുവർ മാജിക്കൽ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ കൂട്ടുകാർ കോൺവെർസേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഡസ് ദ ചൈൽഡ് ലൈക്ക്? ഹിസ്റ്റോറിക്കൽ, സയൻറ്റിഫിക്, അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്, കോമിക്. എളുപ്പമല്ലേ? അപ്പോൾ പറഞ്ഞു, എങ്ങനത്തെ ബുക്കാണ് കുട്ടിക്ക് ഇഷ്ടം? യെസ്, അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്. ആൻസർ ഓപ്ഷൻ സി, അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ചൈൽഡ്? ഏജ് ഓഫ് ദ ചൈൽഡ്, ചൈൽഡിൻ്റെ കുട്ടിയുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എത്രയാണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കൂ. യെസ്, ചൈൽഡ് പറയുന്നുണ്ട്, ഐ ആം 12 years old എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ കുട്ടിയുടെ വയസ്സ് എത്രയാണ്? യെസ്, 12 years. ദെൻ വിച്ച് ബുക്ക് ഡിഡ് ദ ചൈൽഡ് സെലക്ട്? ഏത് ബുക്കാണ് കൂട്ടുകാരെ ചൈൽഡ് സെലക്ട് ചെയ്തത്? യെസ്, ഹാരി പോട്ടർ ആണല്ലേ. ആൻസർ എന്താണ്? ഹാരി പോട്ടർ. ദെൻ ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ഐ ലൈക്ക് ദ മോസ്റ്റ്. ലൈക്ക് ദ മോസ്റ്റ് എന്ന് അർത്ഥം വരുന്ന വേർഡ് നമ്മളോട് ഇതിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മൾ ഏതാ പറയുക? യെസ്, ഫേവറേറ്റ് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് തന്നെയല്ലേ അത്? യെസ്, ആൻസർ എന്താണ്? ഫേവറേറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഡസ് ദ സെയിൽസ്മാൻ സേ അബൌട്ട് റോളിങ്സ് ബുക്സ്? റോളിങ്സിൻ്റെ ബുക്കിനെ കുറിച്ചിട്ട് എന്താണ് സെയിൽസ്മാൻ പറഞ്ഞത്? റോളിങ്ങിൻ്റെ ബുക്കിനെ കുറിച്ചിട്ട് എന്തായിരുന്നു സെയിൽസ്മാൻ പറഞ്ഞത്? യെസ്, റോളിങ്സ് ബുക്ക് ഈസ് ബെറ്റർ. ഇറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക് ബുക്ക് വിത്ത് മാജിക്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. എന്താ പറഞ്ഞത്? യെസ്, റോളിങ്സ് ബുക്ക് ഈസ് ബെറ്റർ. ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ബുക്ക് വിത്ത് മാജിക്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ്
adventures. Okay, then next question നോക്കാം. Activity 2 profile ആണല്ലേ. Read the following hints and prepare a profile of Lionel Messi. Date of birth നൽകിയിട്ടുണ്ട് June 24, 1987. Place of birth Rosario, Argentina. Then parents, father George Messi worked in steel factory, mother Celia. Then worked in a magnet മാനുഫാക്ചറിങ് വർക്ക്ഷോപ്പ്. ദെൻ ഏർലി കരിയർ നൽകിയിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ്സ്, പേഴ്സണൽ ലൈഫൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് നൽകിയിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ച് അങ്ങ് എഴുതിയാൽ മതി. പ്രൊഫൈലൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്, എളുപ്പമല്ലേ? എല്ലാ ഹിൻസും നമുക്ക് നൽകിയിട്ടുണ്ട്, അതൊരു പ്രൊഫൈൽ രൂപത്തിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് ആക്ടിവിറ്റി 3 ഡയറിയാണ്. ഹോപ്പ് യു റിമെമ്പർ ദ സ്റ്റോറി ദ ബോയ് ആൻഡ് ദ ബലൂൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ദ ബോയ് ആൻഡ് ബലൂൺ എന്ന സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയില്ലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ സ്റ്റോറി ദ മദർ ഡിഡിൻ അലോ ദ ബോയ് ടു കീപ് ദ ബലൂൺ ഇൻസൈഡ് ദ ഹൗസ്. ആ സ്റ്റോറിയിൽ എന്താണ്, ആ അമ്മ കുട്ടിയെ ബലൂണ് അകത്തേക്ക് കയറ്റാൻ, വീടിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ഡിഡിൻ അലോ, സമ്മതിക്കുന്നില്ല. ദ ബോയ് ഫെൽറ്റ് സാഡ്. ബോയ്ക്ക് എന്താണ്, സങ്കടമായല്ലേ? ഹി റോട്ട് അബൌട്ട് ദിസ് ഇൻ ഹിസ് ഡയറി. ആ കാര്യങ്ങൾ എന്താണ് അവന് ഡയറിയിൽ എഴുതുകയാണ്. വാട്ട് വിൽ ബി ദ ഡയറി എൻട്രി? എങ്ങനെയായിരിക്കും ആ ഡയറി എൻട്രി എന്നാണ് ചോദിച്ചുള്ളത്. അതിൽ നമുക്ക് ഹിൻസ് നൽകിയിരിക്കുന്നു, നോക്കൂ. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറി, സാഡ്, ലൈക്സ് ബലൂൺ, ഹാപ്പി വിത്ത് ബലൂൺ, എലോൺ, നോ ഫ്രണ്ട്സ്, മെനി അതേഴ്സ് ഹെൽപ്ഡ്, ഹൗ ടു സേവ് മൈ ബലൂൺ. ഈ ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഡയറി എൻട്രി എഴുതണമല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഡയറിയാണ്, പാസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടല്ലേ എഴുതുന്നത്. സോ എന്ത് ചെയ്യണം? പാസ്റ്റ് ഫോമിൽ എഴുതണം. അതുപോലെ തന്നെ അവൻ്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ എഴുതണം. ഓക്കെ, കൂട്ടുകാർ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 പോസ്റ്ററാണ്. ദ പോയം ബുക്സ് ബൈ എലിനർ ഫോർജോൺ ഡിസ്ക്രൈബ്സ് ബുക്സ് ആസ് വേൾഡ് ഓഫ് വണ്ടേഴ്സ്. ഇറ്റ് സേസ് അബൌട്ട് the joy of reading books. Do all of us have the habit of reading? Prepare a poster of encouraging the habit of reading. എളുപ്പമല്ലേ? റീഡിങ്ങിനെ കുറിച്ചുള്ളതാണല്ലേ. എൻകറേജ് ചെയ്യാൻ, റീഡിങ് ദ ഹാബിറ്റിനെ എൻകറേജ് ചെയ്യാനുള്ള പോസ്റ്റേഴ്സ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കിയല്ലോ കൂട്ടുകാർ, ഭംഗിയായി ചിത്രമൊക്കെ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 5 ക്യാരക്ടർ സ്കെച്ച് ആണ്. ഡു യു റിമെമ്പർ ദ ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി ദ വുഡൻ കപ്പ്? ഗ്രാൻഡ് ഫാദർ വാസ് വെരി ഓൾഡ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ടിനോസ് ഗ്രാൻഡ് ഫാദർ. എന്താണ്, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? റോബർട്ടിനോസ് ഗ്രാൻഡ് ഫാദർ, റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? ഹിൻസ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഓൾഡ്, ലവിങ്, ലോൺലി. ദെൻ ലൗഡ്, സ്പെൻഡിങ് ടൈംസ് വിത്ത് റോബർട്ടിനോ. റെഡി ടു സഫർ, നോ കംപ്ലൈൻറ്റ്സ്, വീക്ക്, ഹാൻഡ് ഷിവറിങ്. ദെൻ മദർ ഡസ് നോട്ട് ലൈക്ക് ഗ്രാൻഡ് ഫാദർ. അപ്പം നൽകിയിട്ടുള്ള ഹിൻസും കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാർ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 6 എഡിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. ഹി made enquiries and give orders to dismiss the corrupt officials. Moreover, was state food served off the king's ഊട്ടുപുര. ഓക്കെ, അപ്പോൾ ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏതൊക്കെയാണ്? ഹി. അവിടെ എന്താണ് മിസ്റ്റേക്ക്? യെസ്, ക്യാപിറ്റലൈസേഷനാണ്. അതായത് അവിടെ എന്താണ്, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണല്ലേ തുടങ്ങേണ്ടത്. അപ്പോൾ എച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററാക്കി എഴുതണം. ദെൻ എൻക്വയറീസ്. അവിടെ എന്താണ് കൂട്ടുകാർ നോക്കൂ, സ്പെല്ലിങ് ശരിയാണോ? അല്ലല്ലേ? എങ്ങനെയാണ് എഴുതേണ്ടത്? യെസ്, ENQUIRIES. എങ്ങനെയാണ്? ENQUIRIES. ഓക്കെ, ദെൻ ഗിവ് എന്ന് നൽകിയിട്ടുണ്ട്. അവിടെ ഗിവ് ആണോ വരേണ്ടത്? അത് പ്രസൻറ്റ് ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് എഴുതേണ്ടേ. ഗിവിൻ്റെ പാസ്റ്റ് എന്താണ്? യെസ്, ഗാവ്, GAVE. ഓക്കെ, ഇവിടെ എന്താണ് വരേണ്ടത്? ഗാവ്. ദെൻ ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഒഫീഷ്യൽസ്. ദെൻ മോർ നെവർ എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ? മോർ നെവർ. അവിടെ എന്താണ് വരേണ്ടത്? യെസ്, നെവർ മോർ എന്നാണ് അല്ലേ? വേർഡ് ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നെവർ മോർ. ദെൻ സെർവ്ഡ് ഓഫ് ആണല്ലോ നെക്സ്റ്റ് നൽകിയിട്ടുള്ളത്. അവിടെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ആണോ വരേണ്ടത്? ദ കിങ്സ് ഊട്ടുപുരയല്ലേ? അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? അറ്റ്
അറ്റാണ് വരേണ്ടത്. അവിടെ പ്രിപ്പോസിഷൻ ഏതാണ് വരേണ്ടത്? അറ്റ്. അപ്പോൾ എ ഹി, ദെൻ ബി എന്താണ് ആൻസർ വരുന്നത്? എൻക്വയറീസ്, ദെൻ സി ഗാവ്, ദെൻ ഡി നെവർ, മോർ, ദെൻ ഇ അറ്റ്. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയല്ലേ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.